പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ക്രിസ്തു യേശുവിനുള്ളവരാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഉറപ്പോട് പറയുവാൻ കഴിയും, ഞാൻ യേശു ക്രിസ്തുവിനുള്ളവർ, ഞാൻ യേശു ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തയേശുവിനുള്ളവരാ നാം ഓരോരുത്തരും. കാരണം എന്താ? യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ നൽകി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, നമ്മെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് നാം ക്രിസ്തയേശുവിനുള്ളവരാണ്. എന്നാൽ ആ ഒരു ബോധ്യം നമുക്കുണ്ടായി യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിനായി നാം പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയത്തുള്ളൂ നാം ഓരോരുത്തരും ക്രിസ്തയേശുവിനുള്ളവരാണെന്ന്. ആ ഉറപ്പുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആ യേശു ക്രിസ്തുവിനെ പാത അനുഗമിക്കുന്നത് കൊണ്ട് ആരെല്ലാം നമുക്ക് വിരോധമായി മാറിയാലും, ആരെല്ലാം നമുക്കെതിരായാലും, ആമേൻ, സ്തോത്രം, അപ്പനമ്മ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, ആരെല്ലാം നമുക്ക് പ്രതികൂലമായിരുന്നാലും നാം ക്രിസ്തയേശുവിനുള്ളവരെന്ന് ഉറപ്പുണ്ടെങ്കിൽ ലോക അവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോട് കൂടി ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ജയത്തോടെ നമ്മെ നടത്തും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. In English, Galatians chapter 5 verse 24, those who belong to Christ Jesus have crucified the flesh with its passions and desires. ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് ആ രണ്ട് വേർഡ്സും നമുക്ക് കാണുവാൻ കഴിയുന്നു: പാഷൻസ് ആൻഡ് ഡിസൈർസ്. ആമേൻ. മലയാളത്തിൽ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തയേശുവിനുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് നാം ഇവിടെ വായിച്ചത്. അവർ യേശുവിനോട് കൂടെ, ആമേൻ, അതായത് യേശു ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടതുപോലെ തങ്ങളുടെ ശരീരങ്ങളെ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഈ ജഡത്തെ, നമ്മുടെ ഈ ഫ്ലഷിനെ, നമ്മുടെ ഈ ശരീരത്തെ നാം ക്രൂശിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാം ക്രിസ്തയേശുവിനുള്ളവരാണ്. ആമേൻ. ജഡത്തെ ക്രൂശിക്കാതെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനും പാഷൻസിനും ഡിസൈർസിനും നമ്മുടെ ഫ്ലഷിനെ നാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ ഒരിക്കലും നാം ക്രിസ്തയേശുവിനുള്ളവരല്ല. മറിച്ച് ആമേൻ, സ്തോത്രം, സ്തോത്രം, ആമേൻ, സാത്താനും ഹല്ലേലൂയ, ആമേൻ, ആ കൂട്ടത്തിൽ നാം ഉൾപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നാം വായിക്കുന്നു പാഷൻസ് ആൻഡ് ഡിസൈർസ്. അതിനെ നാം ക്രൂസിഫൈ ചെയ്യണം, ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. പാഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമിതമായ ഒരു കാര്യത്തോടുള്ള അമിതമായ ഇഷ്ടം, ഭയങ്കര ആഗ്രഹം. ഹല്ലേലൂയ, ആമേൻ, അത് നേടിയെടുക്കണം. ചിലർക്ക് മ്യൂസിക്കിനോടുള്ള പാഷനുണ്ട്, ചിലർക്ക് ഗെയിംസിനോടുള്ള പാഷനുണ്ട്, ചിലർക്ക് പലവിധമായ ആർട്സിനോട് പാഷനുണ്ട്. ഹല്ലേലൂയ, ആമേൻ, പലവിധമായ പാഷൻ. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. ചിലവർക്ക് ആമേൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പാഷൻസാണിപ്പോൾ. ആമേൻ, ഹല്ലേലൂയ, വളരെ അമിതമായ ഇഷ്ടം, അതിൽ അടിമപ്പെടുന്ന ഒരവസ്ഥ. ഡിസൈർസ് എന്ന് പറയുമ്പോൾ ആഗ്രഹം, മോഹം, ആമേൻ, ആഗ്രഹം, ആമേൻ, കൊതി, ഇതൊക്കെ ആമേൻ ഡിസൈർസ് ഉൾപ്പെടുന്നുണ്ട്. പണത്തിനായുള്ള മോഹം, ആമേൻ, അധികാരമോഹം, പ്രൈസ് ദി ലോർഡ്, ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്യണം, ഇവിടെ പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ ആമേൻ ഡിസൈർസ് ഉൾപ്പെടുന്നു. അപ്പോൾ നാം ജഡപ്രകാരം ജഡത്തിൽ നാം ജീവിക്കുമ്പോൾ പാഷൻസും ഡിസൈർസും സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത് തന്നെ. പക്ഷേ ക്രിസ്തയേശുവിനുള്ളവർ, അവരുടെ വ്യത്യാസം, അവർ ഈ പാഷൻസിനെയും ഡിസൈർസിനെയും നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ, നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്ന ഈ അമിതമായ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ ഒക്കെ അവൻ ക്രൂശിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതായത് ഒരു സെപ്പറേഷൻ. നമുക്കെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം നാം ക്രിസ്തയേശുവിനുള്ളവർ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം മാത്രം
മാത്രമാണ് ചെയ്തത്. യേശു കർത്താവ് 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു. എന്നാൽ താൻ മനുഷ്യനായി ജീവിച്ചു എങ്കിലും ചെയ്തത് മൊത്തം പിതാവിൻ്റെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഫ്ലഷിനും സ്പിരിറ്റ്, അപ്പോൾ നമ്മൾ ജഡത്തെ ക്രൂശിക്കുകയാണെങ്കിൽ പിന്നെ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അടുത്ത വചനം തന്നെ വ്യക്തമായി വായിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. വേഴ്സ് 25, സിൻസ് വി ലിവ് ബൈ ദ സ്പിരിറ്റ് ലെറ്റ് us keep in step with the spirit. ഓരോ സ്റ്റെപ്പ് നാം കാലുകൾ എടുത്ത് വെക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നാം ഓരോ സ്റ്റെപ്പ് കാലുകൾ വെക്കണം. അതുപോലെ നമ്മുടെ ജീവിതയാത്രകൾ ഓരോ സ്റ്റെപ്പും സ്പിരിറ്റുമായി, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ആത്മാവിൻ്റെ നടത്തിപ്പോടുകൂടെ, ആത്മാവിൻ്റെ ഗൈഡൻസിൽ, ആത്മാവിനെ അനുസരിച്ച് നാം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നവരായി മാറണം. എന്താ ഈ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും വ്യത്യാസം? അതേ 17-ാം വചനത്തിൽ നാം വായിക്കുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. Verse 17, for the flesh desires what is contrary to the spirit, and the spirit what is contrary to the flesh. They are in conflict with each other, so that you are not do whatever you want. ഇവ തമ്മിൽ പ്രതികൂലമാണ്. ഇവ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സ്തോത്രം. എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ജഡാഭിലാഷം ആത്മാഭിലാഷം. എന്നാൽ ക്രിസ്തേശുവിനുള്ളവർ, പ്രൈസ് ദി ലോർഡ്, ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് നമ്മുടെ പാഷൻസ്, ഡിസൈഴ്സിനെയൊക്കെ ക്രൂസിഫൈ ചെയ്തുകൊണ്ട് പൂർണ്ണമായ സ്പിരിറ്റിന്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കും. നാം യേശു കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ ആ സാമീപ്യവും സ്നേഹവും വാത്സല്യവും സാന്നിധ്യവും അനുഭവിച്ച് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കും. അങ്ങനെ നാം ജഡത്തെ ക്രൂശിച്ച് ആത്മാവിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ യാതൊരു ലോകമോഹങ്ങൾക്കോ, യാതൊരു ശത്രുശക്തികൾക്കോ, അന്ധകാര ശക്തികൾക്കോ, അല്ലെങ്കിൽ അടിമപ്പെടുത്തുന്ന ലോക ഇൻപങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്ന യാതൊരു ശക്തികൾക്ക് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകം സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. എന്നാൽ ദുഷ്ടൻ സ്തോത്ര ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന തൻ്റെ ഭക്തനെ തൊടുകയില്ലെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനപ്രകാരം ക്രിസ്തേശുവിനുള്ളവരായി തന്നെ വചനം പറയുന്നത് പോലെ അവനനുസരിച്ച് നടക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഭൂമിയിലും ജയത്തോടെ നമുക്ക് വ്യത്യസ്തമായ പ്രൈസ് ദി ലോർഡ് ജയകരമായ ജീവിതം നയിക്കുവാനിടയായി തീരും. മാത്രമല്ല, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഒരു സെപ്പറേഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം യേശുവേ, ഭക്തിയോടെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവേ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞ് നിശ്ചയമായി കർത്താവ് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരുമല്ലോ. എന്നാൽ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം പാഷൻസും ഡിസൈഴ്സും ഞങ്ങളുടെ ഉള്ളിൽ കിടന്ന് ജഡപ്രകാരം ജീവിക്കുന്നവരായാലും അല്ല, സ്പിരിറ്റിനനുസരിച്ച് കർത്താവ് ഓരോ സ്റ്റെപ്പും ആത്മാവിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ ഹിതപൂർണ്ണമായി നിറവേറട്ടെ. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.